നമ്മുടെ ചരിത്രങ്ങൾ പലപ്പോഴും അധികാരത്തിലുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് സൃഷ്ടിക്കപ്പെട്ടവയാണ്. അത് പൂർണ്ണമായും സത്യസന്ധമായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. എന്നാൽ അതുപോലെയല്ല കാലപ്രവാഹത്തിൽ ഭൂഗർഭത്തിൽ അമർന്നുപോയി പിന്നീട് ഒരിക്കൽ വെളിപ്പെട്ടു വരുന്ന ശിലാവൽക്കരിക്കപ്പെട്ട ജൈവാവശിഷ്ടങ്ങൾ. ഇൻഡസ് വാലി പോലെ, ഇൻക, മായൻ മുതലായ സംസ്കാരങ്ങൾ പോലെ ഒക്കെയുള്ളവ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആറിഗ്നാക്, ക്രോമാഗ്നൻ, നിയാണ്ടർത്താൽ, ഗ്രിമാൾഡി തുടങ്ങിയ വർഗ്ഗങ്ങളെപ്പറ്റിയാണ് പറഞ്ഞു നിർത്തിയത്. കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ദാസണക്കര. ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതാണ്ട് 26 ലക്ഷം വർഷം മുതൽ 12,000 വർഷം വരെ നിലനിന്നിരുന്ന ഭൗമ സമയസൂചികാ ഘട്ടമായ പ്ലീസ്റ്റോസീൻ യുഗത്തിൻ്റെ ഏകദേശം അതേ സമയത്തായിരുന്നു പാലിയോലിത്തിക് കാലഘട്ടം. പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടമായ പ്ലിയോസീൻ കാലഘട്ടത്തിൽ സൗത്ത് അമേരിക്കൻ വൻകര നോർത്ത് അമേരിക്കൻ വൻകരയോട് പനാമ കരയിടുക്കിൻ്റെ രൂപീകരണം വഴി കൂടിച്ചേരുകയും അത് സൗത്ത് അമേരിക്കയിലെ മാർസൂപ്പിയൽ ജീവജാലത്തിന് ഏകദേശം പൂർണ്ണമായ അന്ത്യം വരുത്തുകയും ചെയ്തു. പനാമ കരയിടുക്കിൻ്റെ ഉത്ഭവം മൂലം ചൂടേറിയ ഭൂമധ്യരേഖ സമുദ്രജല പ്രവാഹങ്ങൾ തടസ്സപ്പെടുകയും തണുത്ത ആർട്ടിക്, അന്റാർട്ടിക് സമുദ്രജലം കരയിടുക്കിൻ്റെ ആവിർഭാവം വഴി ഒറ്റപ്പെട്ടു പോയ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഊഷ്മാവ് കുറയ്ക്കുകയും ചെയ്തു. ഈ പരിവർത്തനങ്ങൾ ലോക കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയും മധ്യ അമേരിക്കയുടെ ഭൂരിഭാഗവും രൂപപ്പെട്ടത് പ്ലിയോസീൻ കാലഘട്ടത്തിലാണ്. ഇത് തെക്കേ അമേരിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥ വിട്ട് പുതിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ അവസരമൊരുക്കി. ആഫ്രിക്കയുടെ ഏഷ്യൻ ഭൂഖണ്ഡവുമായുള്ള കൂട്ടിയിടി മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായി. പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തോടു കൂടിയാണ് ഭൂഖണ്ഡങ്ങളെല്ലാം ഇന്ന് നാം കാണുന്ന സ്ഥിതിയിലെത്തിയത്. പ്ലിയോസീൻ കാലഘട്ടത്തിൽ കാലാവസ്ഥ ഇന്നത്തേന് സമാനമായി വരണ്ടതും തണുത്തതും ഋതുക്കൾക്കനുസരിച്ച് മാറുന്നതുമായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അന്റാർട്ടിക്കയിൽ ഹിമപാളികൾ വ്യാപിക്കാൻ തുടങ്ങിയത്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും വടക്കൻ പസഫിക് സമുദ്രത്തിലെയും അടിത്തട്ടുകളിലെ ഓക്സിജൻ ഐസോട്ടോപ്പ് അനുപാതങ്ങളിലും ഹിമപാതം മൂലം വലിച്ചു നീക്കപ്പെടുന്ന പാറകളിലും കാണപ്പെടുന്ന പെട്ടെന്നുള്ള മാറ്റം ഏകദേശം 30 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആർട്ടിക്കിൽ ഐസിൻ്റെ ഷീറ്റ് രൂപപ്പെട്ടതിൻ്റെ തെളിവുകളാണ്. പ്ലിയോസീൻ കാലഘട്ടത്തിലുണ്ടായ ആഗോള തണുപ്പിക്കൽ പുൽമേടുകളുടെയും സാവേനകളുടെയും വ്യാപനത്തിനും കാടുകൾ അപ്രത്യക്ഷമാകുന്നതിനും കാരണമായിരിക്കാമെന്നാണ് ഗവേഷകർ കരുതുന്നത്. മരങ്ങൾ നിബിഡമല്ലാത്തതും ഇടയ്ക്ക് ധാരാളം പുല്ലുകൾ നിറഞ്ഞതുമായ വനമേഖലകളെയാണ് സാവേന എന്ന് പറയുന്നത്. ചാക്രികമായ ഹിമാനി ചലനങ്ങളുടെ കാലമായിരുന്നു പ്ലീസ്റ്റോസീൻ യുഗം. ഈ കാലഘട്ടത്തിൽ ചില പ്രദേശങ്ങളിൽ 40 ഡിഗ്രി അക്ഷാംശം വരെ ഹിമാനികളാൽ മൂടപ്പെട്ടിരുന്നു. ഹിമാനി ചലനങ്ങളുടെ ഫലങ്ങൾ ആഗോളമായി തന്നെ അനുഭവപ്പെട്ടു. പ്ലീസ്റ്റോസീനിലും അതിനു മുമ്പുള്ള പ്ലിയോസീനിലും ഉടനീളം അന്റാർട്ടിക്ക മഞ്ഞിനാൽ മൂടപ്പെട്ടിരുന്നു. പ്ലീസ്റ്റോസീൻ യുഗത്തിൻ്റെ അവസാനത്തിലെ ഹിമയുഗത്തിൻ്റെ അന്ത്യമാണ് പാലിയോലിത്തിക്കിൻ്റെ അവസാനമായി കണക്കാക്കപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ഭൂമിയുടെ കാലാവസ്ഥ കൂടുതൽ ചൂടായി. കാലാവസ്ഥയിലുണ്ടായ ഈ മാറ്റം പ്ലീസ്റ്റോസീൻ മെഗാഫോണയുടെ വംശനാശത്തിന് കാരണമായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ പ്ലീസ്റ്റോസീൻ ജന്തുജാലത്തിൻ്റെ വംശനാശത്തിന് കാരണം ഭാഗികമായെങ്കിലും രോഗങ്ങളും മനുഷ്യരുടെ അമിതമായ വേട്ടയാടലുമാകാം എന്നും കരുതപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ജനസാന്ദ്രത ഒരു ചതുരശ്ര മൈലിന് ഒരാൾ മാത്രമായിരുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. ഇതിന് കാരണങ്ങൾ ശരീരത്തിലെ കുറഞ്ഞ അളവിലെ കൊഴുപ്പ്, ശിശുമരണം, നിരന്തരം കഠിനമായ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകൾ, നാടോടി ജീവിതശൈലി എന്നിവയായിരുന്നു. പാലിയോലിത്തിക്കിൻ്റെ അവസാനത്തിൽ മനുഷ്യർ ഗുഹാചിത്രങ്ങൾ, ശിലയിലുള്ള കലാരൂപങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കാൻ ആരംഭിച്ചു. അവർ ശവസംസ്കാരങ്ങളിലും അനുഷ്ഠാനങ്ങളും പോലുള്ള
മതപരമായ പെരുമാറ്റത്തിൽ ഏർപ്പെടാനും തുടങ്ങി. പാലിയോലിത്തിക്കിൻ്റെ തുടക്കത്തിൽ ഹോമിനിനുകൾ കാണപ്പെട്ടിരുന്നത് ഗ്രേറ്റ് റിഫ്റ്റ് വാലിയുടെ കിഴക്കേ ആഫ്രിക്കയിലായിരുന്നു. ഹോമിനിനുകൾ ഉപകുടുംബമായ ഹോമിനിനയുടെ ഒരു ടാക്സോണിക് ഗോത്രമാണ്. അവയിൽ നിലവിലുള്ള 2 വംശങ്ങൾ ഉൾപ്പെടുന്നു: ഹോമോ അല്ലെങ്കിൽ മനുഷ്യർ, പാനിനത്തിൽപ്പെട്ട ചിമ്പാൻസികൾ, ബോണോബോസ് എന്നിവയാണ് ഉപവംശങ്ങൾ. ഹോമിനിനി എന്ന പദം ആദ്യം അവതരിപ്പിച്ചത് 1948 കാമിൽ അരംബർഗ് ആണ്. ഭൂമിയുടെ ബാഹ്യപാളിയായ മാൻഡിൽ പിളർന്നുണ്ടാകുന്ന താഴ്വരകളാണ് റിഫ്റ്റ് വാലികൾ. ഇങ്ങനെയുള്ള താഴ്വരകൾ പൊതുവെ ഇടുങ്ങിയവയും കിഴുക്കാൻ തൂക്കായ പാറക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ചുമരുകളോടുകൂടിയവയുമാണ്. തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിൽ സിറിയ മുതൽ തെക്ക് കിഴക്കൻ ആഫ്രിക്കയിൽ മൊസാംബിക്ക് വരെ നീണ്ടു കിടക്കുന്ന 6000 കിലോമീറ്ററുകൾ നീളം വരുന്ന ഇങ്ങനെയുള്ള ഒരു താഴ്വരയ്ക്ക് ബ്രിട്ടീഷ് പര്യവേഷകനായ ജോൺ വാൾട്ടർ ഗ്രിഗറി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നൽകിയ പേരാണ് ഗ്രേറ്റ് റിഫ്റ്റ് വാലി അഥവാ പിളർന്നുണ്ടായ മഹാതാഴ്വര. 1 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുള്ള ഹോമിനിൻ ഫോസിലുകൾ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് കെനിയ, ടാൻസാനിയ, എത്യോപ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമിനിൻ സംഘങ്ങൾ ആഫ്രിക്ക വിട്ട് തെക്കേ യൂറോപ്പിലും ഏഷ്യയിലും സ്ഥിരതാമസമാക്കി. 1,70,000 വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ കാക്കസസിലും 1,66,000 വർഷങ്ങൾക്ക് മുമ്പ് വടക്കൻ ചൈനയിലും ഹോമിനിൻ കൂട്ടങ്ങളെത്തി. ലോവർ പാലിയോലിത്തിക്കിൻ്റെ അവസാനത്തോടെ ഹോമിനിൻ കുടുംബത്തിലെ അംഗങ്ങൾ ഇപ്പോഴത്തെ ചൈന, പടിഞ്ഞാറൻ ഇന്തോനേഷ്യ, യൂറോപ്പിൽ മധ്യധരണ്യാഴിക്ക് ചുറ്റിലും ഇംഗ്ലണ്ട്, ഫ്രാൻസ്, തെക്കൻ ജർമ്മനി, ബൾഗേറിയ എന്നിവിടങ്ങളിലും താമസിക്കാൻ ആരംഭിച്ചു. തീയെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയാകാം അവരുടെ കൂടുതൽ വടക്കോട്ടുള്ള വ്യാപനത്തെ പരിമിതപ്പെടുത്തിയതെന്ന് കരുതപ്പെടുന്നു. യൂറോപ്പിലെ ഹോമിനിനുകളുടെ ഗുഹകളിലുള്ള വാസസ്ഥലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 4 ലക്ഷം മുതൽ 3 ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ തീയുടെ ഉപയോഗം പ്രചാരത്തിലില്ലായിരുന്നു എന്നാണ്. ഈ കാലഘട്ടത്തിൽ കിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള ഫോസിലുകൾ ഹോമോ ഇറക്ടസിൻ്റേതാണെന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. യൂറോപ്പിലെ ലോവർ പാലിയോലിത്തിക് സ്ഥലങ്ങളിൽ നിന്ന് വളരെ കുറച്ച് ഫോസിലുകളെ ലഭ്യമായിട്ടുള്ളൂ. എന്നാൽ ഈ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന ഹോമിനിനുകളും ഹോമോ ഇറക്ടസ് ആണെന്ന് കരുതപ്പെടുന്നു. ഈ കാലയളവിൽ അമേരിക്കയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്നോ ഓഷ്യാനിയയിൽ നിന്നോ മറ്റെവിടെയെങ്കിലും നിന്നോ ഹോമിനിനുകളുടെ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഈ ആദ്യകാല കോളനി വാസികളുടെ ചരിത്രവും ആധുനിക മനുഷ്യരുമായുള്ള അവരുടെ ബന്ധങ്ങളും ഇപ്പോഴും പഠനങ്ങൾക്ക് വിധേയമാണ്. നിലവിലെ പുരാവസ്തു ജനിതക മാതൃകകൾ അനുസരിച്ച് യുറേഷ്യ ആദ്യ ജനവാസത്തിന് ശേഷം ഏകദേശം 20 ലക്ഷം വർഷങ്ങൾക്കും 15 ലക്ഷം വർഷങ്ങൾക്കും മുമ്പ് കുറഞ്ഞത് 2 ശ്രദ്ധേയമായ ഹോമിനിനുകളുടെ കുടിയേറ്റങ്ങളുണ്ടായിരുന്നു. ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ ഹൈഡൽബെർജൻസിസ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യകാല മനുഷ്യരുടെ ഒരു സംഘം ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് വന്നു. ഇവരാണ് ഹോമോ നിയോണ്ടർത്താലുകളായി പരിണമിച്ചത്. ഹോമോ ഇറക്ടസിനും ഹോമോ നിയോണ്ടർത്താലിനും പാലിയോലിത്തിക്കിൻ്റെ അവസാനത്തോടെ വംശനാശം സംഭവിച്ചു. ആധുനിക ഹോമോ സാപ്പിയൻസ് ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കിഴക്കൻ ആഫ്രിക്കയിൽ ഉയർന്നു വന്നു. ഏകദേശം 50,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ആഫ്രിക്ക വിട്ട് ഭൂമിയിലുടനീളം വ്യാപിച്ചു. ചില സ്ഥലങ്ങളിൽ ഒന്നിലധികം ഹോമിനിഡ് ഗ്രൂപ്പുകൾ കുറച്ചു കാലം താമസിച്ചിരുന്നു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് കൂടി യുറേഷ്യയുടെ ഭാഗങ്ങളിൽ ഹോമോ നിയണ്ടർത്താലുകൾ താമസിച്ചിരുന്നു. അവർ ഹോമോ സാപ്പിയൻസുമായി ഇൻ്റർ ബ്രീഡിങ്ങിൽ ഏർപ്പെട്ടിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പാലിയോലിത്തിക് കാലഘട്ടത്തിൽ ഭൂമധ്യരേഖാ പ്രദേശത്തിന് പുറത്ത് മനുഷ്യ ജനസംഖ്യ കുറവായിരുന്നു. 16,000 വർഷം മുമ്പ് മുതൽ 11,000 വർഷം മുമ്പ് വരെയുള്ള കാലയളവിൽ യൂറോപ്പിലെ മുഴുവൻ ജനസംഖ്യയും ഏകദേശം 30,000 മാത്രമായിരുന്നു. 40,000 വർഷം മുമ്പ് മുതൽ 16,000 വർഷം മുമ്പ് വരെയുള്ള കാലയളവിൽ ഇത് 4,000, 6,000 വരെ മാത്രമായിരുന്നു. പാലിയോലിത്തിക് കാലഘട്ടത്തിൽ മനുഷ്യർ കല്ല്, മരം, അസ്ഥി എന്നിവ കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. പാലിയോലിത്തിക് കാലഘട്ടത്തിലെ ആദ്യകാല ഹോമിനിനുകളായ
ഓസ്ട്രലോപിത്തോക്കസ് ആയിരുന്നു ആദ്യമായി ശിലോപകരണങ്ങൾ നിർമ്മിച്ചത്. എത്യോപ്യയിലെ ഗോണയിൽ നടത്തിയ ഉത്ഖനനങ്ങളിൽ മനുഷ്യനിർമ്മിതമായ ആയിരക്കണക്കിന് പുരാവസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. റേഡിയോ ഐസോട്ടോപ്പിക് ഡേറ്റിംഗ്, മാഗ്നെറ്റോ സ്ട്രാറ്റിഗ്രാഫി എന്നിവയിലൂടെ ഈ ഉത്ഖനന സ്ഥലങ്ങൾ 26 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. തെളിവുകൾ കാണിക്കുന്നത് ആദ്യകാല ഹോമിനിനുകൾ വസ്തുക്കൾ മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ മൂർച്ചയുള്ള അറ്റങ്ങളുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ അനുയോജ്യമായ വലിപ്പമുള്ള കല്ലുകൾ ബോധപൂർവം തിരഞ്ഞെടുത്തിരുന്നു എന്നാണ്. പാലിയോലിത്തിക്കിലെ ആദ്യകാല കല്ലുപകരണങ്ങളുടെ കേന്ദ്രമായ ഓൾഡോവൻ്റെ ആരംഭം ഏകദേശം 26 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ഇവിടെ കത്തികളും മുനയുള്ളവയുമായ ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നു. മൃഗങ്ങളുടെ തൊലി ഉരിയുന്നതിനും അവയെ കശാപ്പ് ചെയ്യുന്നതിനും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കാണാൻ കഴിയും. കൂടാതെ ഭക്ഷ്യയോഗ്യമായ വേരുകൾ കുഴിച്ചെടുക്കുന്നതിന് മൂർച്ചയുള്ള മരക്കമ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആദ്യകാല മനുഷ്യർ ചെറിയ മൃഗങ്ങളെ വേട്ടയാടാൻ മരം കൊണ്ടുള്ള കുന്തങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നും തെളിയുന്നുണ്ട്. ലോവർ പാലിയോലിത്തിക് കാലഘട്ടത്തിലെ മനുഷ്യർ മരം കൊണ്ടുള്ള ഷെൽട്ടറുകളും നിർമ്മിച്ചിരുന്നു. ഈ വീഡിയോയുടെ ഈ ഭാഗം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.